Hey guys, welcome back to the 9th episode of a WhatsApp marketing series. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് വാട്ടിയുടെ പ്രൈസിങ്, എങ്ങനെയാണ് അവിടെ ചാർജസ്, പ്രൈസിങ് എങ്ങനെ, കോൺവെർസേഷണൽ കോസ്റ്റ് എന്താ, അങ്ങനത്തെ പല പ്രൈസിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ് യെറ്റ്, ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്സെൽ ആൻഡ് ക്രോസെൽ. എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റും കൂടെ നമുക്ക് കസ്റ്റമറിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി എന്താണ് അപ്സെൽ ആൻഡ് ക്രോസെൽ? ഓക്കെ, ഫസ്റ്റ് വൺ, അപ്സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ നിങ്ങളുടെ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, ലെറ്റ് ഇറ്റ് ബി എ ഷാംപൂ ഓർ എ മോയ്സ്ചറൈസർ, എനിത്തിങ്. സോ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഞാനത് യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാകും. സപ്പോസ് ഞാനൊരു ഷാംപൂ ആണെങ്കിൽ ഒരു 30 ഡേയ്സിന്റെ ഉള്ളിൽ ഞാനത് തീർത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ടൈം, ഒരു 30 ഡേയ്സിന്റെ ഗ്യാപ്പിൽ 30 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏത് ബ്രാൻഡിന്റെ അടുത്ത് നിന്നാണോ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് അവരുടെ അടുത്ത് നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടണം. സോ ദാറ്റ്സ് ആൻ അപ്സെല്ലിംഗ് പ്രോസസ്. അതായത് അവർ വേറൊരു ബ്രാൻഡിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബ്രാൻഡിൽ നിന്നുള്ള മെസ്സേജ് അവർക്ക് ട്രിഗർ ചെയ്യും. സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് റിമൈൻഡഡ്, ഓ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ 30 ഡേയ്സ് കഴിഞ്ഞു, അപ്പോൾ ഇനി അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യേണ്ട ടൈം ആയി എന്നുള്ളത് ഞാൻ എൻ്റെ ബ്രാൻഡ്, എൻ്റെ കസ്റ്റമറിനെ ഞാൻ റിമൈൻഡ് ചെയ്യണം. ഓൺലി ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി റിമൈൻഡഡ് ഓഫ് ടു ബൈ ഇറ്റ്. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ് ഈസ് അപ്സെല്ലിംഗ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പം അതിന് കൂടെ തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് അപ്സെൽ എന്ന് പറയുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ സെക്കൻഡ് പോയിന്റ്, ക്രോസ് സെല്ലിംഗ്. എന്താണ് ക്രോസ് സെല്ലിംഗ്? സോ ബേസിക്കലി നമ്മൾ ഈ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിന്റെ അടുത്ത് നിന്ന് ഞാനൊരു ജീനോ അല്ലെങ്കിൽ ഒരു ചീനോസോ മേടിച്ചു. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 5 or 10 minutes എനിക്ക് ആ ഒരു ബ്രാൻഡിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു മെസ്സേജ് വരും. എന്താണ്, ലൈക്ക് വി ഹേർഡ് ദാറ്റ് യു purchased a product but it will look more good if you buy this shirt as well. So ആ ഒരു ജീനിന്റെ കൂടെ ഈ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ ടീ-ഷർട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടീ-ഷർട്ടോ ഷർട്ടോ മേടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അത് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്നുള്ള ആ ഒരു ക്രോസ് സെല്ലിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അപ്സെല്ലിംഗിൽ പറഞ്ഞു, ഇവിടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സെല്ലിംഗ് ആണെങ്കിൽ ഒരു ജീന് മേടിച്ചാൽ ഒരു ജീനും കൂടെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ അപ്സെല്ലിംഗിൽ പറഞ്ഞത്. സോ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജീന് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഷർട്ടും കൂടെ ക്രോസ് സെല്ല് ചെയ്യും നമ്മൾ. അതായത് ആ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയക്കുക. സപ്പോസ് എൻ്റെ ബ്രാൻഡ് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ മേടിച്ചിട്ട് ഒരു 5 or 10 minutesന് ശേഷം ഞാൻ അങ്ങോട്ട് ഒരു മെസ്സേജ് ട്രിഗർ ചെയ്യാണ്. വി ഹേർഡ് ദാറ്റ് ഓർ വി സോ ദാറ്റ് യു ബോട്ട് എ പ്രോഡക്റ്റ് ഫ്രം അവർ വെബ്സൈറ്റ്, സോ വൈ ഡോണ്ട് യു ലുക്ക് അറ്റ് ദിസ് ഷർട്ട് ആസ് വെൽ. സോ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്രോസ് സെല്ലിംഗ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബേസിക്കലി നമ്മൾ ഈ ഒരു 2 കാര്യം ചെയ്യുമ്പോഴും കോപ്പി റൈറ്റിംഗ് ഷുഡ് ബി എ മസ്റ്റ് തിങ് ടു ബി ഫോക്കസ്ഡ്. നമ്മൾ ഒരിക്കലും അതൊരു ജെൻട്രിക് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ട് പോരുത്. ഇറ്റ് ഷുഡ് ബി ഓൺ എ പെയിൻ പോയിന്റ് ബേസ്. ഓക്കെ, അപ്പം ആ ഒരു കസ്റ്റമറിന് വരാൻ ചാൻസസ് ഉള്ള പെയിൻ പോയിന്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോപ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കൺഫേം ദാറ്റ് ദ കസ്റ്റമർ വിൽ പർച്ചേസ് ദ പ്രോഡക്റ്റ്. So that's it guys, thank you for watching the video. See you guys in the next video.